പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 5th സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സാണ് എക്കണോമിക്സ് ഇൻ എവറി ഡേ ലൈഫ്. അതിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് ഇക്കണോമിക്സ്? 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് എക്സാമിൻസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അത് എക്സാമിൻ ചെയ്യുന്നത് പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇറ്റ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസോഴ്സ് സ്കേഴ്സിറ്റി. റിസോഴ്സ് എന്താണ്? സ്കേഴ്സിറ്റി ആണ്. സ്കെയർ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ ആളുകളിൽ എത്തുന്നത്, അവിടെയുള്ള ഹ്യൂമൻ്റെ ബിഹേവിയറും ഡിസിഷൻ മേക്കിങ്ങുമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ദ ടേം എക്കണോമിക്സ് കംസ് ഫ്രം ആൻഷ്യൻ്റ് ഗ്രീക്ക് വേർഡ് ഒയ്ക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ഒയ്ക്കണോമിയ എന്ന് പറയുന്ന ആൻഷ്യൻ്റ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട 4 ഡെഫിനിഷനാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഡെഫിനിഷനൊക്കെ 2 മാർക്കിന് ചോദിക്കാം. ഒന്നാമത്തേത് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള വെൽത്ത് ഓഫ് നാഷൻ 1776. ഇറ്റ് ഈസ് എ എക്കണോമിക്സ് ഈസ് എൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. എക്കണോമിക്സ് എന്ന് പറയുന്നത് എൻക്വയറിയാണ്. എന്തിനെക്കുറിച്ചുള്ള? നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. ഇനി വെൽഫെയർ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. മോസ്റ്റ് ജനറലി ആക്സെപ്റ്റഡ് ഡെഫിനിഷനാണ്. ലയണൽ റോബിൻസനാണ് ഇത് കൊണ്ടുവന്ന 1932. എക്കണോമിക്സ് ഈസ് എ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻ ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കെയർസ് മീൻസ് വിച്ച് ഹാവ് അൾട്ടർനേറ്റീവ് യൂസസ്. റിസോഴ്സ് എന്താണ്? സ്കെയർ ആയിട്ടുള്ള റിസോഴ്സ്. അത് നമുക്ക് എങ്ങനെ ആളുകളിലേക്ക് അൾട്ടർനേറ്റീവ് യൂസസിന് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ്. ഹ്യൂമൻ്റെ വാൺസ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. റിസോഴ്സ് ആർ ലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് ആവ് അൾട്ടർനേറ്റീവ് യൂസസ്. ഈ 3 ഇതിലാണ് ഈ ഡെഫിനിഷൻ കിടക്കുന്നത്. ഹ്യൂമൻ്റെ ആവശ്യകത എന്താണ്? അൺലിമിറ്റഡ് ആണ്. റിസോഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണ്. റിസോഴ്സ് ആവ് അൾട്ടർനേറ്റീവ് യൂസസ്. ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ സാമുവൽസൺ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സ് എന്ന ഇതിലാണ് പറയുന്നത്. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളത് ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഹൗ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റം സോൾവ് ദ ബേസിക് പ്രോബ്ലംസ്. ഓക്കെ, ഇത് 10 മാർക്കിനാണ്. ചിലപ്പോൾ ഇതിൽ ബേസിക് പ്രോബ്ലംസ് 5 മാർക്കിനും ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റം 5 മാർക്കിനും ചോദിക്കാം. ചിലപ്പോൾ ബേസിക് പ്രോബ്ലം തന്നെ 10 മാർക്ക്. ഇതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ഭാഗമാണ്. ഓക്കെ, ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. എവറി എക്കോണമി ആസ് എ അൺലിമിറ്റഡ് വാൺസ് ആർ ലിമിറ്റഡ് റിസോഴ്സ് ടു ഫുൾഫിൽ ദിസ് വാൺസ്. എന്ത് ചെയ്യണം? എല്ലാ എക്കോണമിയിലും അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡ് റിസോഴ്സും ഉണ്ട്. അതെന്ത് ചെയ്യണം? ടു ഫുൾഫിൽ ദെയർ വാൺസ്. ദെർഫോർ എവറി എക്കോണമി ഹാസ് ടു മേക്ക് ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വാൺസ്. എല്ലാ എക്കോണമിയിലും ഈ ഡിഫറെൻറ്റ് ഓരോരുത്തരുടെ വാൺസിനനുസരിച്ച് ഡിഫറെൻറ്റ് ചോയ്സ് ഉണ്ട്. അതെങ്ങനെ മേക്ക് ചെയ്യാമെന്ന്. ദിസ് പ്രോബ്ലം ഓഫ് മേക്കിംഗ് ചോയ്സ് ഈസ് നോൺ ആസ് എക്കണോമിക് പ്രോബ്ലം. അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് എക്കണോമിക് പ്രോബ്ലമാണ്. എന്താണ് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലം ഉണ്ട്. ആസ് ഇറ്റ് ഈസ് ഫേസ്ഡ് എവറി എക്കോണമി ഇറ്റ് ഈസ് കാൾഡ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്നുള്ള രീതിയിലും ചോദിക്കാം. മെയിൻ സെൻട്രൽ പ്രോബ്ലം ആർ ആസ് അണ്ടർ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. എ മേജർ പ്രോബ്ലം ബിഫോർ എ കൺട്രി ഈസ് ടു ഡിസൈഡ് വാട്ട് കമ്മോഡിറ്റി ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ഏത് കമ്മോഡിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത്. ഇറ്റ് ഹാസ് ടു മേക്ക് ചോയ്സ് എമംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. ഫോർ ഇൻസ്റ്റൻസ് ചോയ്സ് ബിറ്റ്വീൻ കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇവിടെ ചോയ്സ് ഉണ്ട് ഏത് ടൈപ്പ് ഓഫ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ചോയ്സ് ബിറ്റ്വീൻ കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ചോയ്സ് ബിറ്റ്വീൻ മാസ് ഗുഡ്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ്. എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡാണ് മാസ് ഗുഡ് എന്ന് പറയുന്നത്. ലക്ഷറി ഗുഡ് പറഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള ഗുഡ്. ചോയ്സ് ബിറ്റ്വീൻ പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് പബ്ലിക് ഗുഡ്സ്. അപ്പം ഇവിടെ എന്താ ഉള്ളത്? ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. അപ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഒരു എക്കോണമി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ദ സെക്കൻഡ് മേജർ പ്രോബ്ലം ബിഫോർ എ കൺട്രി ഈസ് ടു ഡിസൈഡ് ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് മാനറിലുള്ള ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത്. In other words, the problem is to decide between labor intensive and capital intensive technique in production. ഏത് ടെക്നിക്കാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ? വെൻ ദ പ്രപ്പോർഷൻ ഓഫ് ലേബർ ഈസ് ഹയർ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഷുഡ് ബി പ്രിഫേർഡ്.
കൂടുതലായിട്ട് ലേബറാണ് ഒരു എക്കോണമിയിൽ അവൈലബിൾ എങ്കിൽ അവിടെ നിന്ന് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് ഹൈ, ദെൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഷുഡ് ബി പ്രിഫേർഡ്. ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത് എന്ത് പ്രൊഡ്യൂസ് ആയി തീരുമാനമായി കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തത് ഫോർ whom to produce. The third important problem before an economy is to decide for whom to be produced or who should consume how much. എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരിത് കൺസ്യൂം ചെയ്യുന്നത്, എത്ര കൺസ്യൂം ചെയ്യുന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, richer section or poor section of society. This problem refers to decision regarding share of different factors of production, the total national product of the country. This is basically problem of distribution of income and wealth in the society. ഇതെന്ന് പറയുന്നത് ഇൻകം വെൽത്തിലെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് ഈ പ്രോബ്ലം അറൈസ് ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത് വാട്ട് ടു പ്രൊഡ്യൂസ്, രണ്ട് ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്ന് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി മറ്റു പ്രോബ്ലംസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി. Efficiency refers to optimal use of resource so that the economy produces the maximum possible output with a given resource. പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഒപ്റ്റിമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക മിനിമം കോസ്റ്റിൽ. ഇൻ അതർ വേർഡ്സ് എഫിഷ്യൻസി മീൻസ് പ്രൊഡ്യൂസിങ് ആസ് മച്ച് ആസ് പോസിബിൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി റിസോഴ്സ്. മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പോസിബിളായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, റിസോഴ്സ് വേസ്റ്റ് ചെയ്യാതെ. പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. The problem of fuller utilization involves using all available resources to their maximum potential in the production of goods and services. ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. ദിസ് പ്രോബ്ലം കൺസേൺ വെദർ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എൻ എക്കോണമി ഈസ് ഇൻക്രീസിംഗ്, റിമൈനിങ് ദ സെയിം, ഡിക്ലൈനിങ് ഓവർ ടൈം. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഈസ് നെസസറി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു എക്കോണമിയിലെ പ്രോബ്ലം എന്ന് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് സെയിമാണ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഈസ് നെസസറി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈച്ച് ഓഫ് ദീസ് പ്രോബ്ലം എഫിഷ്യൻസി, ഫുൾ യൂട്ടിലൈസേഷൻ, ഗ്രോത്ത് ഫോക്കസ് ഓൺ മാക്സിമൈസിങ് റിസോഴ്സ്, മീറ്റിംഗ് കൺസ്യൂമർ നീഡ്സ്, എൻഷുറിങ് ലോങ് ടേം എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഇനി ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള 3 തരം എക്കണോമിക് സിസ്റ്റമാണുള്ളത്. ചിലപ്പോൾ ഈ 3 എക്കണോമിക് സിസ്റ്റംസ് 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തേത് മാർക്കറ്റ് എക്കോണമി, രണ്ടാമത്തെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, 3 മിക്സഡ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്കോണമിയാണ്. ഓക്കെ. സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. ഇത് രണ്ട് കൂടി ചേർന്നതാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് എക്കോണമി അവിടുത്തെ ഡിമാൻഡും സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. എന്നാൽ സെൻട്രലി പ്ലാൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഡിമാൻഡും പ്രൈസും എല്ലാം എടുക്കുക, അല്ല ഡിമാൻഡും സപ്ലൈ എല്ലാം എടുക്കുക. അവിടെ ഗവൺമെൻറ് ഡിസൈഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി മിക്സഡ് എക്കോണമി പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആസ് വെൽ ആസ് ഗവൺമെൻറ്. മിക്സഡ് എക്കോണമിയിൽ രണ്ടിനെയും കോമ്പിനേഷൻ ആയിരിക്കും. ഗവൺമെൻറ്റും ഉണ്ടാവും, ഡിമാൻഡും സപ്ലൈ ആണ് അവിടുത്തെ പ്രൈസ് തീരുമാനിക്കുക. ഓക്കെ. ഇനി പ്രോപ്പർട്ടി ഓണർഷിപ്പ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നമ്മൾ പറയാം ഓണർഷിപ്പ് വെസ്റ്റ് വിത്ത് പ്രൈവറ്റ് എൻറ്റിറ്റി, ഓണർഷിപ്പ് പ്രൈവറ്റിനായിരിക്കും. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പബ്ലിക്കിനായിരിക്കും. എന്നാൽ മിക്സഡ് എക്കോണമി, ഇന്ത്യ പോലുള്ള മിക്സഡ് എക്കോണമിയിൽ പബ്ലിക്കിനും ഉണ്ടാവും, പ്രൈവറ്റിനും പ്രോപ്പർട്ടി ഉണ്ടാവും. ഇനി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയിൽ പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൻ ഓൺലി വിത്ത് പ്രോഫിറ്റ് മോട്ടീവിലാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ആളുകളുടെ വെൽഫെയറിനാണ് സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഇൻ മിക്സഡ് എക്കോണമിയിൽ ഇൻക്ലൂഡ് ബോത്ത് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഗവൺമെൻറ് പല പ്രൊഡക്ഷൻ നടത്തുന്നത് ജനങ്ങളുടെ ക്കുള്ള സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവിനുമുണ്ട്. ഇനി കോമ്പറ്റീഷൻ. മാർക്കറ്റ് എക്കോണമിയിൽ ഹൈലി കോമ്പറ്റീഷൻ ആയിരിക്കും. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മിക്സഡ് എക്കോണമിയിൽ പ്രൈവറ്റ് എൻറ്റിറ്റിയിലായിരിക്കും കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം. ഇനി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ലെസ് റോൾ ടു ഗവൺമെൻറ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെൻറ് റോളിൽ വളരെ കുറവായിരിക്കും. എന്നാൽ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഫുൾ റോൾ ഗവൺമെൻറ്റിനായിരിക്കും. എന്നാൽ മിക്സഡ് എക്കോണമിയിൽ പബ്ലിക് സെക്ടറിൽ ഗവൺമെൻറ് റോൾ ഉണ്ടാവും, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ ലിമിറ്റഡ് റോള്
പ്രൈവറ്റ് എൻറ്റിറ്റിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ് മൈക്രോ വേഴ്സസ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. മാക്രോയും എക്കണോമിക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് റാഗ്നർ ഫിക്സ്റ്റിനാണ് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ജാൻ ടിംബർട്ടൻ്റെ കൂടെ 1969 ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് മോഡേൺ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് മാക്രോയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ ഡിസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം ഹൗ ദേ ഇൻട്രാക്ട് ഇൻ സ്പെസിഫിക് മാർക്കറ്റ്. ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ കുറിച്ചാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കോണമി ആസ് എ ഹോൾ. അപ്പോൾ കുറേ മൈക്രോകൾ കൂടി ചേരുമ്പോഴാണ് മാക്രോ ഉണ്ടാവുക. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. മൈക്രോ ഡീൽസ് വിത്ത് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ് സച്ച് ആസ് കൺസ്യൂമേഴ്സ്, ഫേംസ് ഓർ ഇൻഡസ്ട്രി. മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റിനെ കുറിച്ചാണ്, കൺസ്യൂമേഴ്സ്, ഫേംസ്, ഇൻഡസ്ട്രി. എന്നാൽ മാക്രോ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദ എക്കോണമി ആസ് എ ഹോൾ. മാക്രോ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് എക്കോണമി മൊത്തമായിട്ട് എടുത്തുകൊണ്ടാണ്. കീ ഫോക്കസ് ഏരിയാസ് മൈക്രോ എക്കണോമിക്സ്: പ്രൈസിങ്, ഡിമാൻഡ്, സപ്ലൈ, പ്രൊഡക്ഷൻ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. മൈക്രോ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിനെ കുറിച്ചാണ്, ഡിമാൻഡിനെ കുറിച്ചാണ്, സപ്ലൈനെ കുറിച്ചാണ്, പ്രൊഡക്ഷനാണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ. ഈ മാക്രോ എക്കണോമിക്സ് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ് പോളിസീസ്. ഇനി ഡിസിഷൻ മേക്കേഴ്സ് ഹൗസ് ഹോൾഡ്, ഫേം, ഇൻഡിവിജ്വൽ മാർക്കറ്റ്. മൈക്രോ എക്കണോമിക്സിൽ ഹൗസ് ഹോൾഡാണ്, ഫേമാണ്, ഇൻഡിവിജ്വൽ മാർക്കറ്റ്. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ മൈക്രോ എക്കണോമിക്സ്: ഹൗ ദ പ്രൈസ് ഓഫ് കോഫി എഫക്ട് കൺസ്യൂമർ ബിഹേവിയർ. കോഫിയുടെ പ്രൈസ് എങ്ങനെ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ മാക്രോ എക്കണോമിക്സ്: ഹൗ ഇൻഫ്ലേഷൻ ഇമ്പാക്ട് ഓൺ പർച്ചേസിംഗ് പവർ ഓഫ് എ കൺട്രി. എങ്ങനെ ഇൻഫ്ലേഷൻ രാജ്യത്തിലുള്ള പർച്ചേസിംഗ് പവറിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. മെയിൻ തിയറീസ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി, യൂട്ടിലിറ്റി ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ. എന്നാൽ മാക്രോ എക്കണോമിക്സ് കെയ്നീഷ്യൻ എക്കണോമിക്സ്, മോണിറ്ററിസം, ബിസിനസ് സൈക്കിൾ തിയറീസ്. ഇനി അപ്ലിക്കേഷൻ: ഹെൽപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസസ്, ഇംപ്രൂവിങ് ബിസിനസ് എഫിഷ്യൻസി, അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. എങ്ങനെ പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്, ബിസിനസ് എഫിഷ്യൻസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. എന്നാൽ മാക്രോ എക്കണോമിക്സ് ഇൻവോൾവ്സ് പോളിസി ഡിസിഷൻ ലൈക്ക് സെറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഓർ പ്ലാനിങ് ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജ്. അത് ഗവൺമെൻറ് ബേസിലുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്. ഇനി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ബോട്ടം അപ്രോച്ചാണ്, ഇൻഡിവിജ്വലിന് മുകളിലോട്ടാണ് പോകുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് ടോപ്പ് ഡൗൺ ആണ്, ഒരു എക്കോണമി മൊത്തമായിട്ട് എടുത്തിട്ട് അത് ഇൻഡിവിജ്വലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ഇലാസ്റ്റിറ്റി, മാർജിൻ അനാലിസിസ്, കൺസ്യൂമർ തിയറി. എന്നാൽ മാക്രോ എക്കണോമിക്സ് GDP, ഇൻഫ്ലേഷൻ റേറ്റ്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി പോളിസി ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ഫോർ ബിസിനസ് ടു ഒപ്റ്റിമൈസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസിങ്. ബിസിനസ്സിന് വളരെ യൂസ്ഫുള്ളാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, മാക്സിമം പ്രൊഡക്ഷനും പ്രൈസിങ് ഡിറ്റർമിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഫ്രെയിമിങ് എക്കണോമിക് പോളിസി ടു സ്റ്റെബിലൈസ് എക്കോണമി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എക്കണോമിക് പോളിസി ഫ്രെയിം ചെയ്യുന്നതിന് ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.